അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിക് ഗ്രാമറിന്റെ 55-ാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അൽ ഇസ്മുൽ മൗസൂലു, ബന്ധിപ്പിക്കുന്ന നാമം, പരസ്പരം ചേർക്കുന്ന നാമം. അൽ ഇസ്മുൽ മൗസൂലു, അൽ ഇസ്മുൽ മൗസൂല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ മഅരിഫത്തുൻ യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബിജുംലത്തിൻ ബഅദഹു തുസമ്മാ സില. പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന മഅരിഫയായ നാമമാണ് ഇസ്മുൽ മൗസൂൽ. അൽ ഇസ്മുൽ മൗസൂലു ഇസ്മുൻ മഅരിഫത്തുൻ യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബിജുംലത്തിൻ ബഅദഹു തുസമ്മാ സിലതൻ. പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന മഅരിഫയായ നാമമാണ് ഇസ്മുൽ മൗസൂൽ. ഇസ്മുൽ മൗസൂലിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിറകെ പ്രയോഗിക്കപ്പെടുന്ന നാമമാണ് സില. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 8 ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഒലബ്തു അല്ലദീ ഒലബനി. ഇതിൽ ഒലബ്തു അല്ലദീ എന്ന പദം മാത്രം നാം എടുക്കുകയാണെങ്കിൽ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി. ഒലബ്തു ഞാൻ പരാജയപ്പെടുത്തി. അല്ലദീ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ ഒരു വാചകം ആശയം പൂർത്തിയാകുന്നില്ല. ആരെയാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. എന്നാൽ ശേഷം വരുന്ന ഒലബനി എന്നുകൂടി പറയുമ്പോൾ എന്നെ പരാജയപ്പെടുത്തിയവനെ ഞാൻ പരാജയപ്പെടുത്തി. ഒലബ്തു ഞാൻ പരാജയപ്പെടുത്തി. അല്ലദീ ആയ ഒരുവനെ. ഒലബനി എന്നെ പരാജയപ്പെടുത്തിയവനായ ഒരുവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൽ വാചകം പൂർണ്ണമാകുന്നു, ഒരു മഹാവാക്യമായി മാറുന്നു. ഇത്തരത്തിൽ 2 ചെറിയ ആശയങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ. അല്ലദീ, ഒലബ്തു ഞാൻ പരാജയപ്പെടുത്തി എന്ന പദം മാത്രം നാം എടുത്താൽ പിന്നീട് ഒലബനി എന്നെ പരാജയപ്പെടുത്തിയ, ഈ 2 പദങ്ങളും മാത്രം പറഞ്ഞാൽ നമുക്കൊരു വാക്യം രൂപപ്പെടുത്താൻ കഴിയുകയില്ല. എന്നാൽ അവയ്ക്കിടയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലദീ എന്ന പദം നാം വെച്ചപ്പോൾ ഒലബ്തു അല്ലദീ ഒലബനി, എന്നെ പരാജയപ്പെടുത്തിയവനെ ഞാൻ പരാജയപ്പെടുത്തി എന്ന പൂർണ്ണ വാക്യമായി മാറി. ഇത്തരത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ. അടുത്ത ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. സാഫർത്തി അല്ലത്തി, ഒരുവൾ യാത്ര പോയി എന്ന് മാത്രം പറഞ്ഞാൽ ആരാണ് അവൾ എന്ന് നമുക്ക് വ്യക്തമല്ല. കാനത്ത് ഇന്ധന, നമ്മുടെ അരികിൽ ഉണ്ടായിരുന്നവൾ യാത്ര പോയി എന്ന് പറയുമ്പോൾ ആ വാചകം പരിപൂർണമാകുന്നു. ഒലബ്തു അല്ലദീ ഒലബനി, സാഫർത്തി അല്ലത്തി കാനത്ത് ഇന്ധന. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. ഹലറ അല്ലദാനി കാന മുസാഫിറൈൻ. ഹലറ അല്ലദാനി, 2 പേർ ഹാജരായി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നില്ല. കാന മുസാഫിറൈൻ, 2 യാത്രക്കാരായിരുന്നവൾ, യാത്ര ചെയ്ത 2 പേർ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്ത 2 പേർ ഹാജരായി എന്ന് പറയുമ്പോൾ ആശയം വ്യക്തമാകുന്നു. ഇത്തരത്തിൽ 2 ചെറിയ വാക്യങ്ങൾ സംയോജിപ്പിച്ച് ഒരു മഹാവാക്യമാക്കി മാറ്റുന്ന, ഒരു ആശയം നൽകുന്ന വാക്യമാക്കി മാറ്റുന്ന നാമമാണ് ഇസ്മുൽ മൗസൂൽ. അല്ലദീ, അല്ലത്തി, അല്ലദാനി, അല്ലത്താനി, അല്ലദീന, അല്ലാത്തി, അല്ലായി, മൻ, മാ എന്നിവ. ഹലറ അല്ലദാനി കാന മുസാഫിറൈനി, യാത്ര ചെയ്ത 2 പേർ തിരിച്ചു വന്നു, 2 പേർ വന്നു. അടുത്ത ഉദാഹരണം, 4ാം ഉദാഹരണം ശ്രദ്ധിച്ചാൽ ജാഅത്തി അല്ലത്താനി തസ്കുനാനി അമാമന, ഞങ്ങളുടെ മുമ്പിൽ താമസിക്കുന്ന 2 സ്ത്രീകൾ വന്നു. ജാഅത്ത് അല്ലത്താനി, 2 സ്ത്രീകൾ വന്നു. തസ്കുനാനി, അവർ താമസിക്കുന്നവരാണ്. അമാമന, നമ്മുടെ വീടിന് മുമ്പിൽ, നമ്മുടെ മുന്നിൽ.
ഉഹിബു അല്ലദീന, ഉഹിബു അല്ലദീന, കൂട്ടരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏത് കൂട്ടരെ? ആശയം വ്യക്തമല്ല. അല്ലമൂനി, എന്നെ പഠിപ്പിച്ചവരെ, എന്നെ പഠിപ്പിച്ചവരെ, എന്നെ പഠിപ്പിച്ചവരായവരെ. ഈ വാചകങ്ങളിൽ നാം അടിവരയിട്ട ഒലബനി, കാനത്ത് വൈന്ദന, കാന മുസാഫിറൈൻ, തസ്കുനാനി അമാമന, അല്ലമൂനി എന്നീ പദങ്ങൾ എല്ലാം സില എന്നാണ് അറിയപ്പെടുക. ഈ പദങ്ങൾ വന്നതുകൊണ്ടാണ് ആ വാചകത്തിന് ഒരു പൂർണ്ണത ലഭിച്ചത്. സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന ഇസ്മുകളാണ് അല്ലദീ, അല്ലത്തി, അല്ലദാനി, അല്ലത്താനി, അല്ലദീന എന്നിവ. ഇത്തരത്തിലുള്ള ഇസ്മുകളാണ് ഇസ്മുൽ മൗസൂൽ എന്ന് അറിയപ്പെടുന്നത്. ഉഹിബ്ബു അല്ലദീന, അക്കൂട്ടരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലമൂനി, എന്നെ പഠിപ്പിച്ചവരായവരെ. റഅയ്തു അല്ലാത്തി യസ്തഇൽന ഫിൽ മസ്നഇ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു. റഅയ്തു അല്ലാത്തി യസ്തഇൽന ഫിൽ മസ്നഇ, അവരെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ റഅയ്തു അല്ലാത്തി, അവരെ ഞാൻ കണ്ടു. ഏവരെയാണ് എന്ന് പൂർണ്ണമല്ല. അല്ലാത്തി കൊണ്ടുള്ള ഉദ്ദേശമാണ് ശേഷം നാം വിവരിക്കുന്നത്. യസ്തഇൽന ഫിൽ മസ്നഇ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരായ. അതുകൊണ്ട് തന്നെ ഇസ്മുൽ മൗസൂലയുടെ ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന ആ യസ്തഇൽന ഫിൽ മസ്നഇ എന്ന പദമാണ് സില എന്ന് അറിയപ്പെടുക. അല്ലദീ കൊണ്ടുള്ള ഉദ്ദേശം, ഒന്നാമത്തെ ഉദാഹരണത്തിൽ അല്ലദീ കൊണ്ടുള്ള ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാക്കുന്ന പദമാണ് ഒലബനി. രണ്ടാം ഉദാഹരണത്തിൽ അല്ലത്തി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കാനത്ത് വൈന്ദന, അതാണ് സില. അല്ലദാനി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കാന മുസാഫിറൈനി എന്ന ആ വാചകമാണ് സില എന്നറിയപ്പെടുന്നത്. തസ്കുനാനി അമാമന, ആ വാചകമാണ് സില. അല്ലമൂനി, ആ വാചകമാണ് സില. റഅയ്തു അല്ലാത്തി യസ്തഇൽന ഫിൽ മസ്നഇ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു. അഹ്സിൻ ഇലാമൻ അഹ്സന ഇലൈക, അഹ്സിൻ ഇലാമൻ അഹ്സന ഇലൈക, നിന്നിലേക്ക് നന്മ ചെയ്യുന്നവന് നീയും നന്മ ചെയ്യുക. അഹ്സിൻ ഇലാമൻ, ഒരുവന് നീ നന്മ ചെയ്യി. അഹ്സന ഇലൈക, നിന്നിലേക്ക് നന്മ ചെയ്യുന്നവൻ ഒരുവനില്ലേ. ലാ തഅകുൽ മാ, നീ ഭക്ഷിക്കരുത്. എന്താണ് ആ ഒന്ന്? ലാ തസ്തതിഉ ഹൽമഹു, നിനക്ക് ദഹിക്കാത്തത് നീ ഭക്ഷിക്കരുത്. ഇത്തരത്തിൽ രണ്ട് ചെറിയ വാചകങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു പൂർണ്ണ ആശയം നൽകുന്ന, ഒരു തമ്മിൽ യോജിപ്പിക്കുന്ന പദമാണ് ഇസ്മുൽ മൗസൂൽ. ഇസ്മുൽ മൗസൂലക്ക് ശേഷം വരുന്ന പദമാണ് സില, ശേഷം വരുന്ന ആ വാചകമാണ് സില. ഇസ്മുൽ മൗസൂലയുടെ ഉദ്ദേശം എന്ത് എന്നാണ് ആ സില വ്യക്തമാക്കുക. ഈ വാചകങ്ങളിലെല്ലാം ആ സിലത്തിലേക്ക്, സിലയെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒലബനി, കാനത്ത് വൈന്ദന, കാന മുസാഫിറൈനി, തസ്കുനാനി അമാമന, അല്ലിമൂനി, യസ്തഇൽന ഫിൽ മസ്നഇ, അഹ്സന ഇലൈക, ലാ തസ്തതിഉ ഹൽമഹു എന്ന ആ വാചകങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ ആ ഇസ്മുൽ മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു മുസ്തത്തിറായ, മറഞ്ഞു നിൽക്കുന്ന ഒരു സർവനാമത്തെ നമുക്ക് കാണാം. ലമീർ മുസ്തത്തിർ ഉണ്ട്, മറഞ്ഞു നിൽക്കുന്നുണ്ട്. വലബനി ഇലെ ഹുവ എന്ന ലമീർ, കാനത്ത് ഇന്ധന എന്ന ഹിയ എന്ന ലമീർ, കാന ഇന്ധന ഹുമ എന്നുള്ള ലമീർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ലമീറിനെയാണ് ആയിദ് എന്ന് പറയുന്നത്. ആയിദ് എന്ന് പറയുന്നത് മൗസൂലയിലേക്ക് മടങ്ങുന്ന ആയിദ് എന്ന് പറയപ്പെടുന്ന ഒരു ലമീർ സില ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. യജിബു അൻ തസ്തമില സിലത്തു അലാ ലമീരിൻ യഊദു ഇലൽ മൗസൂലി യുസമ്മ ആയിദൻ. ആയിദ് എന്ന് പറയപ്പെടുന്ന മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ സില ഉൾക്കൊള്ളൽ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഖായിദ പറയുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് എനിക്കറിയാം. ഇസ്മുൽ മൗസൂല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 8 നാം അടയാളപ്പെടുത്തിയ 8 നാമങ്ങളാണ്. അല്ലദി, അല്ലത്തി, അല്ലദാനി,
അല്ലതാനി, അല്ലദീന, അല്ലാത്തി, അല്ലായി, മൻ, മാ. ഇതിൽ മന്നും മായയും മൻ മനുഷ്യർക്ക് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഇസ്മുൽ മൗസൂലയാണ്. അതിന് ലിംഗഭേദമോ അല്ലെങ്കിൽ പുല്ലിംഗഭേദമോ വചനമോ ദ്വിവചനം ബഹുവചനം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല. മാ മനുഷ്യേതര വസ്തുക്കളെ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് മാ മനുഷ്യേതര വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന പദം. എന്നാൽ മറ്റുള്ള ഇസ്മുൽ മൗസൂലുകൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ക്രമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അല്ലദി ലിൽ മുഫ്രദിൽ മുദക്കരി, പുല്ലിംഗം ഏകവചനത്തിന്. അല്ലദി പുല്ലിംഗം ഏകവചനത്തിന്. അല്ലദാനി പുല്ലിംഗം ദ്വിവചനത്തിന്. അല്ലദീന പുല്ലിംഗം ബഹുവചനത്തിന്. അല്ലത്തി സ്ത്രീലിംഗം ഏകവചനത്തിന്. അല്ലത്താനി സ്ത്രീലിംഗം ദ്വിവചനത്തിന്. അല്ലാത്തി എന്നോ അല്ലായി എന്നോ സ്ത്രീലിംഗം ബഹുവചനത്തിന്. മൻ ലിൽ ആഖിലി മുത്ലഖൻ, മൻ മനുഷ്യർക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാവുന്നത്. മാ ലി ഗൈരിൽ ആഖിലി മുത്ലഖൻ, മാ മനുഷ്യേതര വസ്തുക്കൾക്ക് മൊത്തത്തിൽ ഉപയോഗിക്കാവുന്നത്. അഥവാ ലിംഗമോ അതുപോലെ വചനമോ ഒന്നും പ്രശ്നമില്ല മന്നിനും മാക്കും. എന്നാൽ മറ്റുള്ള ഇസ്മുൽ മൗസൂലക്ക് അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലാത്തി ഇവക്ക് പുല്ലിംഗവും സ്ത്രീലിംഗവും ഏകവചനവും ദ്വിവചനവും എല്ലാം നോക്കിക്കൊണ്ടാണ് നാം പ്രയോഗിക്കേണ്ടത്. ഇസ്മുൽ മൗസൂല എന്ന് പറഞ്ഞാൽ പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന മഅരിഫയായ നാമമാണ് ഇസ്മുൽ മൗസൂൽ. അൽ ഇസ്മുൽ മൗസൂലു ഇസ്മുൻ മഅരിഫത്തിൻ, അതൊരു മഅരിഫയായ നാമമാണ്. യതഅയ്യനുൽ മഖ്സൂദു മിൻഹു ബിജുംലത്തിൻ ബഅദഹു തുസമ്മ സില. പിന്നിൽ വരുന്ന സില എന്നറിയപ്പെടുന്ന വാചകം കൊണ്ട് ഉദ്ദേശം വ്യക്തമാക്കപ്പെടുന്ന മഅരിഫയായ നാമമാണ് ഇസ്മുൽ മൗസൂൽ. ഇസ്മുൽ മൗസൂലിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിന്റെ പിറകെ പ്രയോഗിക്കപ്പെടുന്ന നാമവാചകമാണ് സില. ഒലബനി, കാനത്ത് ഇൻദന, കാന മുസാഫിറൈനി, തസ്കുനാനി അമാമന, അല്ലമൂനി, യസ്തഇൽന ഫിൽ മസ്നഇ, അഹ്സന ഇലൈക, ലാ തസ്തതിഉ അഹ്ലമഹു ഇവയെല്ലാം സില എന്നാണ് അറിയപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. See me with the next video. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.